ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ട മത്സരങ്ങൾക്ക് ആരംഭം. ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഇരു ടീമുകളും ആദ്യമായാണ് ലോകകപ്പ് ചരിത്രത്തിൽ നോക്കൌട്ട് മത്സരങ്ങളിൽ യോഗ്യത നേടുന്നത് എന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും അഭിജിത്ത് കൂടി ചേരുന്നുണ്ട്. അഭിജിത്ത്, ഈ വേൾഡ് കപ്പ് പോകുന്നതോറും ആവേശം ഇരട്ടിയാകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതേസമയം ഇന്നിപ്പോൾ നോക്കൌട്ട് മത്സരങ്ങളിൽ ആദ്യഘട്ട മത്സരങ്ങൾക്ക് ആരംഭമാവുകയാണ്. ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇരു ടീമുകളും ആദ്യമായാണ് ലോകകപ്പ് ചരിത്രത്തിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് യോഗ്യത നേടുന്നത്. ആർക്കാണ് പ്രതീക്ഷ? ഇന്നത്തെ മത്സരം എങ്ങനെയായിരിക്കും? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ലോകകപ്പ് മത്സരങ്ങൾ ഗ്രൂപ്പ് ഘട്ടം കടന്ന് ഇന്ന് നോക്കൌട്ട് മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇരു ടീമുകളും നോക്കൌട്ടിലേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകതയും ഇന്നത്തെ മത്സരത്തിനുണ്ട്. 12:30 ലോസ് ആഞ്ചലസിലാണ് മത്സരം നടക്കുക. സ്വന്തം ആരാധകർക്ക് മുന്നിൽ മത്സരിക്കുന്നതിൻ്റെ ആനുകൂല്യം കാനഡയ്ക്ക് ഉണ്ടെങ്കിലും അവരുടെ സൂപ്പർ താരം അൽഫോൺസോ ഡേവിസിൻ്റെ പരിക്ക് കാനഡയെ ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അതിവേഗ മുന്നേറ്റങ്ങളും ഒത്തിണക്കവുമുള്ള കളിയുമായി കാനഡ മത്സരം പിടിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്നാൽ ശാരീരികക്ഷമതയിലും കൗണ്ടർ അറ്റാക്കുകളും മികവ് പുലർത്തുന്നവരാണ് ദക്ഷിണാഫ്രിക്ക. അവർ മത്സരം ജയിക്കുക എന്നുള്ള കാര്യവും ആരാധകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലോസ് ആഞ്ചലസിൽ നടക്കുന്ന കാനഡ ചുവപ്പൻ പടയാണോ അതോ ആഫ്രിക്കൻ കരുത്താണോ വിജയിക്കുക എന്നത് ആരാധകർ ഇന്ന് ഉറ്റുനോക്കുന്നു. ഈ മത്സരത്തിലെ വിജയികളെ റൗണ്ട് 16 നെതർലൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളാണ് അടുത്ത ഘട്ടത്തിലേക്ക് ഈ മത്സരത്തിലെ വിജയികളെ നേരിടുക. ലോകകപ്പ് ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി അനുസ്മരണീയമായ മുഹൂർത്തങ്ങൾക്കാണ് ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ലോകകപ്പിൽ ആദ്യമായി മത്സരിക്കുന്ന കേപ്പ് വെർദെ എന്ന രാജ്യം ലോകകപ്പ് നോക്കൌട്ടിലേക്ക് കടന്നതും 52 വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പ് കളിക്കാനെത്തിയ കോങ്കോയും ഈ ലോകകപ്പിനെ അവിസ്മരണീയമാക്കി. അവരും ഇന്നത്തെ മത്സരത്തോടുകൂടി നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഒരു പിടി റെക്കോർഡുകൾ ഇതുവരെയുള്ള ലോകകപ്പ് മത്സരങ്ങളിൽ പിറന്നു എന്നുള്ളത്. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായി സൂപ്പർ താരം ലയണൽ മെസ്സി മാറി. അതുപോലെ തന്നെ ലോകകപ്പിലെ 6 വ്യത്യസ്ത ലോകകപ്പിൽ ഗോൾ നേടുന്ന താരമായി പോർച്ചുഗലിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ മാറിയതും ഈ ലോകകപ്പിനെ ഇതുവരെ അവിസ്മരണീയമാക്കുന്ന മുഹൂർത്തങ്ങളാണ്. ഉമ, ശരി, അഭിജിത്താണ് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി